നേരത്തെ നമ്മൾ പറഞ്ഞ തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട് എന്ന് കരുതുന്ന ആളിപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് യുവതിയെ തള്ളിയിട്ടത്. മദ്യപിച്ച് കമ്പാർട്ട്മെന്റിൽ കയറിയ ആളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് നിഗമനം. ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനന്തൻ, ലഭ്യമാകുന്ന വിവരം എന്താണ് പ്രതിയെക്കുറിച്ച്? ആര്യ, വർക്കലയിൽ വെച്ചാണ് യുവതിയെ കമ്പാർട്ട്മെന്റിൽ നിന്ന് തള്ളിയിട്ടത്. ഈ തള്ളിയിട്ട ആൾ എന്ന് കരുതുന്ന വ്യക്തിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ട്രെയിൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിൻ അവിടെ തടഞ്ഞിട്ട ശേഷമാണ്, അവിടെ പിടിച്ചിട്ട ശേഷമാണ് ഇയാളെ ട്രെയിനിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തത്. തമ്പാനൂർ റെയിൽവേ പോലീസ് കൂടി ഇപ്പോൾ കൊച്ചുവേളി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാഥമികമായി ആ പോലീസുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ മദ്യപിച്ച നിലയിലാണ്. ഇയാൾ ഇപ്പോൾ കൊച്ചുവേളി റെയിൽവേ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ എങ്ങനെയാണ് ആ കമ്പാർട്ട്മെന്റിൽ കയറിക്കൂടിയത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തതയില്ല. മാത്രമല്ല, ഇപ്പോൾ ആ പ്രാഥമിക നിഗമനം അനുസരിച്ച് ആ പെൺകുട്ടിയുമായി ബന്ധമൊന്നുമില്ലാത്ത ഇയാൾ മറ്റൊരു യാത്രക്കാരനാണ്. എന്ത് പ്രകോപനത്തിന്റെ പേരിലാണ് യുവതിയെ തള്ളിയിട്ടതെന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഏതായാലും ഇയാളെ പെട്ടെന്ന് തന്നെ കൊച്ചുവേളിയിൽ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണ്. മാത്രമല്ല, തമ്പാനൂർ റെയിൽവേ പോലീസ് ഇപ്പോൾ കൊച്ചുവേളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ കൂടി ചേർന്ന് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിക്കും. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഏതായാലും നമുക്കറിയാം, നേരത്തെ സൗമ്യയുടെ കേസൊക്കെ ഉണ്ടായ അതിനുശേഷം റെയിൽവേ പോലീസ് ട്രെയിനിനുള്ളിൽ വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ എന്നിട്ടും ഇപ്പോൾ വീണ്ടും ഒരു യുവതി കൂടി ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഈ യുവതിയെ തള്ളിയിട്ടതാണ് എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിക്കുകയാണ് റെയിൽവേ പോലീസ്. അതുമായി ബന്ധപ്പെട്ട ആ തള്ളിയിട്ട അക്രമിയെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളുടെ ബാക്കി വിവരങ്ങൾ, പേരുവിവരങ്ങൾ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.